ഹലോ ഗായ്സ്, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇന്ന് ലാപ്ടോപ്പൊക്കെ ആയിട്ടെന്ന്, എന്നും വ്ളോഗൊക്കെ അല്ല ചെയ്യുന്നതെന്ന്. വ്ളോഗെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് How to change wallpaper in laptop. അതെ ഗായ്സ്, ലാപ്ടോപ്പിൽ എങ്ങനെ വാൾപേപ്പർ മാറ്റാമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. അപ്പം താഴെയായിട്ട് പേഴ്സണലൈസ് എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഡെസ്ക്ടോപ്പ്, ബാക്ക്ഗ്രൗണ്ട്, കളറ്, സൗണ്ട്സ്, സ്ക്രീൻ സേവർ എന്നൊക്കെ പറഞ്ഞ് വരും. അതിനകത്ത് നമ്മൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഞാനിപ്പം എൻ്റെ ഒരു വീടിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് വരും ഫില്ല് എന്നൊക്കെ പറഞ്ഞ് വരുവേ. അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫില്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ല് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കിട്ടും. നമ്മുടെ സ്ക്രീനിൽ ഫുള്ള് ആ പടം വരും. പിന്നെ ടൈലുണ്ട്. ടൈലെന്ന് പറയുമ്പോൾ മുകളിലത്തെ മാത്രമേ വരൂ. പിന്നെ ഉള്ളത് ഞാനങ്ങനെ കുറേ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. പിന്നെ സ്ട്രെച്ച് ഉണ്ട്. ഇതാണ് സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ വരുന്നത്. നീളത്തിങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ ഉള്ളത് സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വീടിൻ്റെ നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ സെൻറ്റർ പോർഷൻ മാത്രമേ കിട്ടൂ. പിന്നെ ഇത്രയാണ് ഉള്ളത്. ഞാനിപ്പം ഫില്ലാണ് സെലക്ട് ചെയ്തത്. ഫില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ആ വീട് ഫുള്ള് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ താഴെയായിട്ട് കിടക്കുന്നുണ്ടാവും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ പോയിട്ട് ക്യാൻസൽ അങ്ങ് കൊടുത്താൽ മതി. വേണ്ടേ, നമ്മുടെ വാൾപേപ്പർ മാറി. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.